എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ജോലി ഒന്ന് സഹായിച്ചാൽ മതി. സമയം കാണുന്ന പോകാറുന്നവരെ, 4 ആള് കയറേണ്ട സമയം ഇത്. രാവിലെ തന്നെ ഓരോരുത്തന്മാരെ വന്ന് കയറിക്കോളൂ. നമ്മുടെ മോനെ കുറിച്ച് എന്തേലും വിവരം അറിഞ്ഞോ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. നിനക്ക് വിശക്കുന്നില്ലേ? ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാം. എങ്ങനെ കുറച്ച് ഭക്ഷണം ചോദിക്കുക? പോക്കാണ് തീരെ സുഖമില്ലാത്തതാ. ഒന്നും കഴിക്കാതിരുന്നാൽ അസുഖം കൂടിയാലോ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഇന്നലെ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ച് ഭക്ഷണം വേണം. എന്റെ കയ്യിലാണെങ്കിൽ കാശുമില്ല. ഒന്നും തോന്നരുത്, ഇങ്ങനെ ചോദിച്ച് ശീലമില്ലാത്തതുകൊണ്ടാ. വേറൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ. നാസറേ, ഒരു ചോറുണ്ടാ? ഇങ്ങളവിടുന്ന് ചോറ് കഴിച്ചു എന്ന് പറഞ്ഞ നേരാണോ? കുറച്ചുകൂടി കഴിച്ചോളി. ഞാൻ കഴിച്ചതാ, അത്ര വിശപ്പും തോന്നുന്നില്ല. അല്ല, എന്തു പറ്റി ഇങ്ങനൊരവസ്ഥയില്? മകന്റെ കൂടായിരുന്നു. 2-3 ദിവസമായിട്ട് അവനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇന്നലെ മുതൽ ഇവിടെയാണ് കഴിച്ചു കൂട്ടിയത്. സുഖമില്ലാത്ത പളി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാ? മോന്റെ കമ്പനി റൂമിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് ഇറക്കി വിട്ടു. ഓനിപ്പോ ജയിലില്ലെന്നാ പറയണത്. എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടിയിരുന്നു. രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഓനിപ്പോ ജയിലില്ലെന്നാ പറയണത്. എനിക്കൊന്നും അറിയില്ല എന്താ ചെയ്യേണ്ടിയിരുന്നു. ഇന്നുകൂടി ഇവിടെ തന്നെ താമസിക്കാം. എങ്ങോട്ട് പോകാനാ? എവിടെ പോയി അന്വേഷിച്ചിട്ടും ഒന്നിനും ഒരു നിശ്ചയവുമില്ല. ഇക്ക, നിങ്ങളെ ഈ അവസ്ഥയിൽ വിട്ടുപോകാൻ എന്റെ മനസ്സനുവദിക്കുന്നില്ല. തൽക്കാലം ഞാൻ റൂം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റിന്റെ ഗോഡൌണാ. സൗകര്യം അല്പം കുറവാ. എന്നാലും നിങ്ങൾക്ക് 2 പേർ കൂടെ ചുരുണ്ടുകൂടാ. എന്റെ കൂടെ വരി. വാടകയ്ക്കൊരു സ്ഥലം ശരിയാകുന്നത് വരെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. വേറെ എന്തെങ്കിലും വഴിയുണ്ടാകുമ്പോൾ മാറാം. ആ കാണുന്നതാണ് ബാത്റൂം. പുറത്തെ പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തു വേണം ബാത്റൂമിൽ പോകാൻ. നാളെ മുതൽ നിങ്ങൾ ഹോട്ടലിലേക്ക് വന്നോളൂ. ഉച്ചയ്ക്ക് തിരക്ക് കഴിയുന്നവരെ എന്തെങ്കിലും ചെറിയ ജോലികളൊക്കെ ചെയ്യാം. ബാക്കി സമയങ്ങളിൽ കാറ് കഴുകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാർട്ട് ടൈം ജോലിയും ചെയ്യാം. എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് വന്നാൽ മതി. അതിനോട് ചേർന്നാണ് എന്റെ താമസവും. എല്ലാറ്റിനും ഒരു പരിഹാരം ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ടൊന്ന് വിശ്രമിക്കേ. നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം.
എത്രയായി? നാസറ ഇയാളെത്രേ? 5. 5. അപ്പോ എന്നാ പോണ്ടേ? എന്താ കഴിക്കാൻ വേണ്ടേ? ഇക്ക എന്താ കഴിക്കാനുള്ളത്? അപ്പം മുട്ടറോസ്, ഇഡ്ഡലി, വട. ഇഡ്ഡലി പോരടാ, ഇഡ്ഡലി വട. ഇഡ്ഡലി എടുത്തോ. അതെടുക്കാം. രണ്ടെണ്ണല്ലേ? ഏത് ഫ്ലാറ്റ്? ഇപ്പൊ കൊടുത്തുവിടാം. ശരി ശരി. നാസറേ 2 ചിക്കൻ ബിരിയാണി പാർസല്. ഏത് ഫ്ലാറ്റിലാ? നാസറേ ഇന്നു മുതൽ പാർസൽ നീ കൊണ്ടുപോണ്ട, ഹമീദ് കൊണ്ടുപോയിക്കോളും. നീ വൈകുന്നേരം പോയാൽ മതി. ഹമീദ് കാ ഹമീദ് കാ നേരെ കാണുന്ന ഫ്ലാറ്റില്ലേ, 4ാമത്തെ നിലയിൽ 418ാമത്തെ റൂം. ഇക്ക ഈ ബിരിയാണി അവിടെ കൊടുത്തിട്ട് ഒരു 18 ദിർഹം വാങ്ങിച്ചോ. ഹമീദ് കാ ചിലപ്പോ എന്തെങ്കിലും ടിപ്സ് തരും, അതിക്ക വാങ്ങിച്ചോ. ചെല്ലു. അതെ, ഈ വഴിക്കടെ പോണവരെ മനോരെയൊക്കെ പിടിച്ച് പണിക്ക് നിർത്തിയിട്ട് വല്ല ചെക്കിങ് വന്നാൽ അതോടെ തീരൂട്ടാ. അത് ഞാനങ്ങ് സഹിച്ചോളാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലേ നാസറേ, ഈ എന്തിനാണ് ഈ മുഖം വീർപ്പിക്കുന്നത്? അയാളൊരു പാവ. അയാളെ മോൻ എങ്ങനെയോ ജയിലിലായി. എനിക്കെന്തോ ആ പാവത്തിനെ കൈവിടാൻ തോന്നിയില്ല. പെരുവഴിയിൽ സ്വന്തം ഭാര്യയായിട്ട് അലയുന്ന ആ മനുഷ്യന്റെ അവസ്ഥ വല്ലാത്തൊരു വേദനയാ. നമുക്കുമില്ലേ ഭാര്യയും കുട്ടികളൊക്കെ? നാളെ നമ്മുടെ അവസ്ഥ എന്താവുമെന്ന് ആർക്കറിയാം? പടച്ചോന് മാത്രമല്ലേ അറിയൂ. ഹമീദ് റൂം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല. ഇന്ന് ഇത്രയും മതി. നിങ്ങൾക്കും ബീവിക്കുള്ള ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. പോയി വിശ്രമിച്ചോ. ചെല്ലേ. ഇങ്ങള് വരുന്നത് നോക്കിയിരുന്നതാ. വാതിലടച്ചിരിക്കുമ്പോ എന്തോ പേടി തോന്നി. മോനെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, നാളെ മുതൽ അന്വേഷിക്കാം. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. നമുക്ക് ഈ പരിപാടിക്കൊന്നും പോണ്ടായിരുന്നു. കോട്ടും സൂട്ടും ഇട്ടവരുടെ ഇടയില് നമ്മള് വെറും കാഴ്ച വസ്തുവായി. നമ്മൾ പഴഞ്ചരല്ലേ, കാലം മാറുന്നതിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റിയില്ലല്ലോ. മരുമോക്ക് നമ്മളോടുള്ള ദേഷ്യം ഒന്നും കൂടി വർദ്ധിക്കുകയാണ്. അല്ലേടോ? ഫഹാസിനിപ്പോ സമാധാനമായില്ലേ? ഞങ്ങളെ നാണം കെടുത്താനല്ലേ കൂടെ കൂട്ടിയത്? ആരെയും നാണം കെടുത്താൻ വേണ്ടിയല്ല ഞാൻ എന്റെ മാതാപിതാക്കളെ പാർട്ടിക്ക് കൊണ്ടുപോയത്. ഇനി നിനക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നീ തനിച്ചങ്ങ് പോയാ മതി. സ്റ്റാറ്റസ് നോക്കാലോ. ഞാൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. എന്റെ പപ്പ എത്ര തവണ പറഞ്ഞതാ എന്റെ വീട്ടിൽ താമസിക്കാൻ. ഇവർക്ക് ചെലവിന് കൊടുത്താ പോരെ? ഞാൻ അവരെ കൊണ്ടുവന്നതേ എന്റെ സൗഭാഗ്യങ്ങൾക്കൊപ്പം ജീവിക്കാൻ വേണ്ടിട്ടാ, അല്ലാതെ അവരിവിടെ കെടുത്തിയിട്ട് എനിക്ക് സൂഹിക്കാൻ വേണ്ടിയല്ല. അപ്പൊ എന്റെ പപ്പയും മമ്മിയും തനിച്ചാക്കി ഞാൻ ഇവിടെ നിൽക്കണമല്ലേ? നിന്റെ പപ്പയെ ചേർത്ത് നീ കമ്പയർ ചെയ്യല്ലേ? വിവാഹത്തിന് മുമ്പ് ഞാൻ എല്ലാം പറഞ്ഞല്ലേ നിന്നോട്. എന്നിട്ടും നീ എന്താ ഇങ്ങനെ? ഫഹാസിന് അവരെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാ എനിക്കും. ഞാൻ അവർക്ക് ഒറ്റ മോളാ. വാപ്പിച്ച് കഴിക്കുന്നില്ലേ? വേണ്ട, ഞാൻ കഴിച്ചോളാം. അല്ല, കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നിങ്ങൾ ഇരുന്നോ, ഞാൻ ഇപ്പൊ വരാം.
എന്തേലും കഴിച്ചിട്ട് പോ മോളെ. ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇടയ്ക്കിടെ ചോദിച്ചിട്ട് എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത്? സങ്കടമുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പോ. നമ്മോടൊന്നും മിണ്ടൂല്ല, ഞാൻ ഉണ്ടാക്കുന്നൊന്നും കഴിക്കുന്നുമില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ എന്തിനാ ഇങ്ങനെ നിക്കുന്നേ? മോനോട് പറഞ്ഞ് നമുക്ക് നാട്ടിൽ പോവാം. മക്കള് സന്തോഷായി ജീവിച്ചോട്ടെ. ഓനോട് പറയാഞ്ഞിട്ടല്ലോ, ഓനും വാശിയിലല്ലേ. കാശുള്ള വീട്ടിലെ കുട്ടിയല്ലേ, എല്ലാം നമ്മൾ സഹിക്കാം. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഒക്കെ ശരിയാവും. നീ വല്ലതെടുത്ത് കഴിക്ക്. അന്നേ ഞാൻ പറഞ്ഞതാ ഈ ബന്ധം നമുക്ക് പറ്റിയതല്ലെന്ന്. നമ്മുടെ മോടെ ഒറ്റ നിർബന്ധം കൊണ്ടാ. അവളുടെ ഒരു കാര്യത്തിലും ഞാൻ നോ പറഞ്ഞിട്ടില്ല. ആലോചിച്ച് തീരുമാനിക്കാൻ ധാരാളം സമയമുണ്ടായിട്ടും മോള് നമ്മളെ നിരാശപ്പെടുത്തി. പതുക്കെ പറ, അവൾ അപ്പുറത്തുണ്ട്. ഇനിയും വൈകിട്ടില്ല ഈ ബന്ധത്തിൽ നിന്ന് നമ്മുടെ മോളെ പിന്തിരിപ്പിക്കാൻ. നമ്മുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പെരുമാറുകയും മോളുടെ കൂടെ ഈ വീട്ടിൽ താമസിക്കുകയും ചെയ്യുന്ന ഒരു മരുമകനെയാണ് നമുക്ക് ആവശ്യം. ഇതെല്ലാം ലിയ വിവാഹത്തിന് മുമ്പേ പ്രോമിസ് ചെയ്താണ്. ഇതിനിടയിൽ കൂട്ടത്തിൽ ചേരാത്ത ഒരു തന്തയും തള്ളയും. മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാനാ അന്ന് ആ പാർട്ടിക്ക് അവരെയും കൊണ്ട് വന്നത്. ഹായ്. ഹായ്. സോറി ദിനേശ്, ഞാൻ കുറച്ച് വൈകിയല്ലേ. ഹായ്. ഇവന്റെ കത്തി കേട്ടിട്ട് സമയം പോയതറിയില്ല. എങ്ങനെയുണ്ട് ഫഹാസ് തന്റെ പുതിയ ബിസിനസ് ഒക്കെ? തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശരിയാവാനുണ്ട്. ആ ഡാ, ഞാൻ ഈ പൈസ തരാൻ വേണ്ടി വന്നാ. വാങ്ങിച്ചിട്ട് 3-4 മാസമായില്ലേ. നാട്ടിൽ പോകുന്ന സമയത്തെങ്കിലും നിനക്ക് തിരിച്ചു തരണ്ടേ ഞാൻ കാശ്? തൽക്കാലം നീ ഇത് വെച്ചോ, ആവശ്യം വരുമ്പോ ഞാൻ ചോദിക്കാം. നാട്ടിൽ പോയി വരാനുള്ള പൈസയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, പോകാൻ 1 മാസം ഇനിയുണ്ടാ. നീ ഇത് വെക്കടാ, പിന്നെ തരാൻ പറ്റിയെന്ന് വരില്ല. ആ സച്ചിൻ, നിന്നെ ഉമ്മച്ചി പ്രത്യേകം തിരക്കിയിരുന്നു. സമയം കിട്ടുമ്പോ ഒന്ന് ഇറങ്ങ്. ഓഹോ, ഓക്കെടാ, ബൈ. ശരി. ഓക്കെ ഓക്കെ. എന്നാ ശരി. അവന്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം സൂപ്പർ തന്നെ. എല്ലാം കൊണ്ട് ഭാഗ്യവാനാ ഫഹാസ്, അല്ലടാ? കോടികൾ ആസ്തിയുള്ള ഭാര്യ വീട്ടുകാര്, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന മാതാപിതാക്കള്, പ്രേമിക്കുമ്പോ നല്ല പുളിങ്കൊമ്പ് തന്നെ നോക്കി പിടിക്കണം. മിണ്ടാതിരിടാ. വൈഫിന്റെ കാശ് നോക്കിയിട്ടാണെങ്കിൽ അവൻ എന്നെ രക്ഷപ്പെട്ടു കാണും. നിന്റെ ഓരോ കണക്കൂട്ടലുകൾ ഒന്ന് പോടാ. മോനൊന്നും പറഞ്ഞില്ല. വാപ്പിച്ചി ഉള്ളതെല്ലാം വിറ്റുപെറുക്കി എന്നെ പഠിപ്പിച്ചു. ഇന്ന് ഈ നിലയിലെത്തി. എന്റെ സൗഭാഗ്യങ്ങളിൽ വാപ്പിച്ചും ഉമ്മച്ചും കൂടെ ഉണ്ടാവണം, അതാണ് ആഗ്രഹം. ലിയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. പിന്നെ നാട്ടിൽ നമുക്ക് കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അത് ശരിയാവുന്നവരെങ്കിലും. മോനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്നുകൂടി ആലോചിക്ക്, ഞങ്ങൾ നാട്ടിൽ പോകുന്നത് എന്നാ നല്ലത്. മോനെ, അച്ചായൻ. അച്ചായോ? ഹമീദേ, എവിടെയാ? എന്താ എവിടെ താമസം? ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലുള്ള കൂട്ടാ. ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല കേട്ടോ. നമുക്ക് വീട്ടിലേക്ക് പോവാം, ബാക്കി അവിടെ വെച്ച് സംസാരിക്കാം. എനിക്ക് പോയിട്ട് കുറെ ജോലി ബാക്കി ഉണ്ടായിരുന്നു. എന്തായാലും വേണ്ടതല്ല, ഞാനും കൂടെ വരാം. വാ കേറ്. ഹലോ റിയ, ഒരു ന്യൂസ് ഉണ്ട്. പുതിയൊരു വലിയ പ്രൊജക്ട് വന്ന് പെട്ടിട്ടുണ്ട്. ആ പിന്നെ ഞാനിന്ന് കുറച്ച് വൈകിയേ വരൂ. എനിക്കിന്നൊരു പാർട്ടി ഉണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു. ഇവിടെ അടക്കപ്പെട്ട കൂട്ടിലുള്ള ജീവിതം, ഇത് വല്ലതും മറ്റുള്ളവർക്ക് അറിയോ? കുറച്ച് കഴിയുമ്പം നമ്മളും നമ്മളെ മോനൊരു ഭാരമാണെന്ന് തോന്നുമോ?
അവനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ആ വാടക വീട് തന്നെയാണ് നല്ലത്. ലിയാക്ക് നമ്മൾ എന്ത് ചെയ്താലും പറ്റുന്നില്ല. നമുക്ക് വൃത്തി പോരാ, നമ്മൾ സംസാരിക്കുന്നതും ഇഷ്ടമല്ല. രാവിലെ പോയാ രാത്രി എപ്പോഴാ തിരിച്ചു വരുന്നെന്ന് പോലും അറിയുന്നില്ല. ഇപ്പൊ കുറച്ച് കൂടുതലാണെന്നാ തോന്നുന്നത്. എല്ലാം അറിഞ്ഞിട്ടും അവൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഓനെന്ത് ചെയ്യാനാ? മാറ്റിയെടുക്കാൻ പറ്റിയതാണെങ്കിൽ പണ്ടേ മാറ്റിയെടുത്തേനെ. പെട്ടുപോയില്ലേ? എല്ലാം മനസ്സിലൊതുക്കി നീറുകയാണ് അവൻ. നമ്മളോടൊന്നും പറയാഞ്ഞിട്ടാ. ചിലപ്പോ നമ്മിടുന്ന് പോയാ എല്ലാ പ്രശ്നങ്ങളും തീരുമായിരിക്കും. നമുക്ക് നാട്ടിലേക്ക് പോവാം. മക്കള് നല്ലപോലെ ജീവിക്കുന്നത് കാണാനല്ലേ നമുക്ക് ആഗ്രഹം. ഓനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. എല്ലാം നല്ലതിനാണെന്ന് പ്രതീക്ഷിക്കും. എന്താ മോളെ വീണത്? ഫാസ് ഉറങ്ങിയില്ലേ? സോറി, ഞാൻ അല്പം വൈകി. ഇന്നത്തോടെ നിർത്തിക്കോണം. ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എന്താടി കരുതിയത്? നിന്റെ പപ്പയുടെയും വാലാട്ടിയായിട്ട് ഞാൻ നടക്കുമെന്നോ? അങ്ങനെ നടക്കുന്നതിൽ എന്താ തെറ്റ്? എന്റെ പപ്പയുടെ കാശ് കണ്ടിട്ടല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്? അതിന് വേറെ ആളെ നോക്കിയേക്കണം നീ. നിന്റെ തന്തയുടെ കാശ് കൊണ്ട് എന്നെ വിലക്ക് വാങ്ങുന്ന കരുതിയോ നീ? എന്റെ പപ്പ പോലും എന്നെ ഇങ്ങനെ അടിച്ചിട്ടില്ല. ഇതിന് നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. ഞാൻ എന്റെ വീട്ടിൽ പോവാ. നീ പോടി. എന്നെ എന്റെ മാതാപിതാക്കളെയും ഉൾക്കൊള്ളാവുന്നൊരു മനസ്സുണ്ടാവുമ്പോ തിരിച്ചു വന്നാ മതി. ഇത് ഞാൻ വെറുതെ വിടുന്ന ആരും കരുതണ്ട. എന്റെ മോൾക്ക് പറ്റിയൊരു അബദ്ധം. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? അതൊരു ദുസ്വപ്നമായി അവൾ മറക്കും. എന്റെ മോൾക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ബന്ധം ഞാൻ ശരിയാക്കും. വക്കീലുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം പെട്ടെന്ന് ശരിയാവും. എന്റെ മകളെ വേദനിപ്പിച്ചവനെ ഞാൻ വെറുതെ വിടില്ല. കാര്യങ്ങൾ ഇത്രയും കൈവിട്ടുപോയി എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്തെങ്കിലും ചെറിയ പിണക്കാവൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. 2 ദിവസത്തെ പിണക്കം. ഞാനും അങ്ങനെ കരുതിയത്. ഇതിപ്പോ ഇനി എന്താ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ലിയയോട് ഒന്നുകൂടി സംസാരിച്ചു നോക്കിയാലോ നമുക്ക്? ഒരാണ് താഴാവുന്നതിൽ അപ്പുറം ഞാൻ താന്നു നോക്കി. പക്ഷെ നടന്നില്ല. വരുന്ന പോലെ വരട്ടെ. എന്റെ മാതാപിതാക്കളെ വിട്ട് അവരുടെ കൂടെ അടിമയെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. ഏയ്, നീ അങ്ങനെയൊന്നും ചിന്തിക്കാത്തടാ. എന്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പണത്തിന്റെ അഹങ്കാര അവളെ ഇങ്ങനെ ആക്കി തീർത്തത്. ബന്ധം ഒഴിയണമെന്ന് പറഞ്ഞപ്പോ നിവൃത്തിയില്ലാതെ ഞാനതിന് സമ്മതം മൂളി. പണത്തിന്റെ കുത്തൊഴുക്കിൽ സ്നേഹബന്ധത്തിന് ഒരു വിലയില്ലാന്ന് ഞാൻ മനസ്സിലാക്കിടാ. എടാ, ഈ വിവരങ്ങളൊക്കെ നിന്റെ വാപ്പച്ചിക്കറിയോ? പറഞ്ഞിട്ടില്ല. സാവധാനം അറിയിക്കാം. ദിനേശ്, പണം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വെറും പട്ടിക്ക് തുല്യടാ. ഇപ്പൊ എനിക്ക് വാശിയാ. കാശ് എങ്ങനെ സമ്പാദിച്ചു എന്ന് ആരും ചോദിക്കില്ല. പണം ഉണ്ടെങ്കിൽ സമൂഹത്തിൽ വിലയാടാ. നീ വെറുതെ പ്രശ്നങ്ങൾ ചെന്ന് ചാടാൻ നോക്കരുതേ. എല്ലാം ശരിയാവും. ഞാൻ അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നുണ്ടടാ. 2 മാസം കാണും. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒന്നുകൂടി അവളെ വിളിച്ചു നോക്കാമായിരുന്നില്ലേ? സ്നേഹബന്ധത്തിന്റെ വില മനസ്സിലാക്കിയിട്ട് അവൾ തിരിച്ചു വരട്ടെ. മോനെ, നീ പോയി ഓളെ കൂട്ടിക്കൊണ്ടുവരണം. നമ്മൾ കാരണം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇല്ല വാപ്പിച്ചി, ലിയയുടെ നല്ലൊരു മനസ്സിനെ ഞാൻ സ്നേഹിച്ച്. പക്ഷേ ഇന്ന് അവൾക്കതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അവളുടെ പപ്പയുടെ വാക്ക് ഇതിനൊക്കെ കാരണം. സ്വയം മനസ്സിലാക്കി അവൾ തിരിച്ചു വരട്ടെ.
നിങ്ങൾക്കിടെ കിടന്ന് ഞങ്ങളെ ഉരുകുന്നത്. മോനെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അത് പരിഹരിക്കാനാണ് ബുദ്ധിമുട്ട്. അതെ, സമയം ഇത്രയായില്ലേ? ഫഹാസ് വരുന്ന സമയം കഴിഞ്ഞ് നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയെന്ന്. ഓൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ, ഓനിങ്ങ് വന്നോളൂ. ഒന്ന് ചെന്ന് ഫോൺ ചെയ്ത് നോക്കി. ഞാൻ ഒന്നുകൂടി വിളിച്ചു നോക്കാം. ശരി. ശരി. അതെ, നേരം പുലർന്ന് ഇത്രയും നേരമായിട്ടും മോനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. ദേ, നിങ്ങൾ ആ സച്ചിനെ ഒന്ന് വിളിച്ചു നോക്കി. എന്തെങ്കിലും വിവരം കിട്ടിയാൽ അവൻ ഇങ്ങോട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞേ? ദാ വന്നെന്ന് തോന്നുന്നു. നിങ്ങള്? ഞാൻ ഈ ബിൽഡിങ്ങിന്റെ നാത്തൂറാണ്. ഇന്ന് തന്നെ നിങ്ങൾ ഈ റൂം ഒഴിഞ്ഞു തരണം. ഇവിടെ താമസിച്ചിരുന്ന ആളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. നിന്റെ മോൻ വരാതെ ഞങ്ങൾ എവിടെ പോവാനാ? അതൊന്നും എനിക്കറിയണ്ട. ഇത് കമ്പനിയുടെ ഫ്ലാറ്റാണ്. കമ്പനിയുടെ ഓർഡർ എനിക്ക് അനുസരിച്ചേ പറ്റൂ. മലയാളി ആയതുകൊണ്ട് പറയാ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഇവിടെ താമസിക്കാൻ നാളെ വേറെ ആള് വരും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്റെ മോനെന്തു പറ്റി? ഹലോ. ഹലോ, ഞാനാ സച്ചിൻ. അത് പിന്നെ എപ്പോഴായാലും ഞാൻ പറഞ്ഞല്ലേ പറ്റൂ. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഫഹാസ് പോലീസ് കസ്റ്റഡിയിലാണ്. നിന്റെ മോനെന്തു പറ്റി? എന്താ കാരണം എന്നറിയില്ല. നമുക്ക് പെട്ടെന്ന് ഇറക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? ഇവിടെ ആണെങ്കിൽ നാത്തൂർ വന്നു. അത് പിന്നെ ഞാൻ കുറച്ച് തിരക്കിലാണ്. എപ്പോഴും എന്നെ വിളിക്കണമെന്നില്ല. എന്തെങ്കിലും വിവരം കിട്ടിയാ ഞാൻ അപ്പ അങ്ങോട്ട് അറിയിച്ചോളാം. എന്നാ ശരി, ഞാൻ വെക്കട്ടെ. ഓക്കെ. ഹലോ ഹലോ. എന്താ ആലോചിച്ചിരിക്കണത്? ഉറങ്ങണില്ലേ? എന്തെങ്കിലും വയ്യായിക തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇങ്ങനെ ഇരുന്നതാ. എന്തൊക്കെയത്? വിഷമിക്കാണ്ടിരിക്കേ. ഇവിടെ ഒരുപാട് സംഘടനകളും കൂട്ടായ്മകളൊക്കെ ഉള്ളതല്ലേ. നമുക്ക് അവരൊന്ന് പോയി കാണാം. മാത്രമല്ല, നാട്ടിൽ നിന്ന് മന്ത്രി വരുന്നുണ്ടെന്നാ കേട്ടത്. പറ്റിയെങ്കിൽ നേരിട്ട് പോയി നമുക്കൊരു അപേക്ഷയും കൊടുക്കാം. സമാധാനമായിട്ടിരിക്കേ, എല്ലാം ശരിയാവും. ചെല്ലേ, വീട്ടിലേക്ക് പോയിക്കോ. നിങ്ങളും എല്ലാം കഴിച്ചാ? ഇല്ല, ഒരുമിച്ചിരുന്ന് കഴിക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നാ. നാളെ കുറച്ച് ആൾക്കാരെ കാണാൻ പോകാനുണ്ട്. ആ ഹോട്ടലിലെ ആള് ഒരു വണ്ടിക്കാരനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എല്ലാം ശരിയായി ഓൻ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ സാധിച്ചാൽ മതിയായിരുന്നു.
ഇതാ ഫോട്ടോ. മകൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരറിയില്ല, പാസ്പോർട്ടിന്റെ കോപ്പിയില്ല, എന്തിനകത്തായെന്നും അറിയില്ല. പിന്നെ ഞങ്ങൾ എന്താ അന്വേഷിക്കേണ്ടത്? നിങ്ങളുടെ കയ്യിലാണെങ്കിൽ പത്താക്കയുമില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ അന്വേഷിക്കാനാ? വിസ അടിക്കാൻ കൊടുത്തു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വിസ അടിച്ചോ അതോ ക്യാൻസൽ ആയോ ഇനിയും എത്ര ദിവസം ഇവിടെ തങ്ങാൻ പറ്റുമെന്നും അറിയില്ല. അങ്ങനെ ഒരുപാട് നിയമവശങ്ങളുണ്ട്. നിങ്ങളൊക്കെ പറയുമ്പോഴേക്ക് ഓടിച്ചെന്ന് അന്വേഷിക്കാൻ പറ്റുന്ന സ്ഥലമല്ല ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ. ഹലോ, ഓ വിജയോ, കാണാൻ പറ്റുമോ? അതോ വിജയെ പോലുള്ള VIP വന്നു കഴിഞ്ഞാൽ കാണാതിരിക്കാൻ പറ്റുമോ? അല്ല, അത് വേണ്ടത്, ഞാൻ അങ്ങോട്ടൊന്ന് കാണാം. ആ, നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ. ആ, വരുമ്പോ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ മറക്കണ്ട. ആ, എന്നാ ശരി, ഓക്കെ. ഹമീദ് എന്നല്ലേ പേര്? അതെ. കാര്യങ്ങൾ ഞാൻ അന്വേഷിച്ചിരുന്നു. കേസ് കോടതിയുടെ പരിഗണനയില്ല. നമുക്കൊരു വക്കീലിനെ കണ്ട് എന്താ വേണ്ടെന്ന് ചെയ്യാം. ഹമീദക്ക 2 ദിവസം കഴിഞ്ഞു വന്നാൽ മതി. നാട്ടിൽ നിന്ന് മന്ത്രി വരുന്നോണ്ട് ഒട്ടുമിക്ക ആൾക്കാരും തിരക്കില്ല. നമുക്കത് കഴിഞ്ഞിട്ട് നോക്കാം. പാവം മനുഷ്യൻ. അതുകൊണ്ടാണ് ഞാൻ അയാളെ സമാധാനിപ്പിച്ചു വിട്ടത്. അയാളുടെ മകനെ ഇറക്കണമെങ്കിൽ ദൈവം തന്നെ വിചാരിക്കണം. നമ്മളൊന്നും വിചാരിച്ച് നടക്കില്ല. അത്രയും സ്ട്രോങ് ആ കേസ്. നിങ്ങൾ ഇരിക്കേ. നിങ്ങൾ പേടിക്കണ്ട. എത്ര പേരെ ഞാൻ ജയിലിൽ നിന്ന് വിട്ടയച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഷെയ്ഖിന്റെ അടുത്ത് പറഞ്ഞാ പോരെ. പക്ഷെ അവൻ പറഞ്ഞാലും എല്ലാ പേപ്പറും ശരിയാക്കുന്ന PR ആണ്. നമുക്കെല്ലാം പറഞ്ഞ് ശരിയാക്കാന്നേ. സ്പെഷ്യൽ മീൻ എന്താ ഉള്ളത്? ഒരു 2 കൂടെ എടുത്തോ. പിന്നെ ഒരു ഡബിൾ ഓംലെറ്റും വേണം. ഒരു വഴിക്ക് പോകുന്നല്ലേ, എന്തായാലും തിന്നണം. മിസരിയോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. അവനൊരു 4000 ദിർഹംസ് കൊടുക്കേണ്ടി വരും. എന്നാലും ഇത്രയും പൈസ ഞാൻ എവിടുന്ന് ഒപ്പിക്കാനാണ്? അത്രയ്ക്കും കാശൊന്നും ഇയാളെ കാണില്ല. ഈ എന്തെങ്കിലും കുറച്ച് പറഞ്ഞു കൊടുക്ക്. എന്റെ ഇക്ക, എനിക്ക് നിങ്ങളുടെ 5 പൈസ വേണ്ട. ഇവിടെ എന്ത് നടക്കണമെങ്കിലും മുമ്പിൽ തവളച്ചാട്ടം പോലെ പൈസ കാടണം. എങ്കിലേ കാര്യം നടക്കൂ. സംഭവം ഓക്കെ ആണെങ്കിൽ പറ, ഒരാഴ്ചക്ക് ആളെ ഇറക്കാം. ദേ, കാശ് എങ്ങനെയെങ്കിലും റെഡിയാക്കാം. നീ എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി കൊടുക്കണം. അതിന് കുറച്ച് ചോക്ലേറ്റും കിടത്തേ. ഒരു വഴിക്ക് പോകുന്നല്ലേ, ചുമ്മാ തിന്നാലോ. ഭക്ഷണം കഴിഞ്ഞാ ചോക്ലേറ്റ് ബെസ്റ്റാ. ഹമീദ്ക്ക, നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കേ. കുറച്ച് കാശ് ഞാൻ തരാം. ബാക്കി ഇങ്ങക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കി. പിന്നെ ആ മന്ത്രി താമസിക്കുന്ന ഹോട്ടലിന്റെ പേര് കിട്ടിയിട്ടുണ്ട്. ഹമീദ്ക്ക അവിടെ വരെ പോയി നോക്ക്. ഏത് തരത്തിലാ സഹായം വരാന്ന് അറിയില്ലല്ലോ. എന്നാലും ഇത്രയും പൈസ ഞാൻ എവിടുന്ന് ഒപ്പിക്കാനാണ്? അതിനൊക്കെ വഴിയുണ്ടാവും. നിങ്ങളൊന്നും ബേജാറാവാണ്ടിരിക്കേ. നിങ്ങളൂടെ എനിക്കും വരണമെന്നുണ്ട്. പക്ഷെ ഇവിടെ ആളില്ലാതെ ഞാൻ എങ്ങനെ വരിക? വേണ്ട, നിങ്ങൾ വരണമെന്നില്ല. ഞാൻ പോയി കണ്ടുപിടിച്ചോളാം. എന്നാ പിന്നെ സമയം കളയണ്ട. ഞാനൊരു ടാക്സി ഏർപ്പാട് ചെയ്ത് തരാം. നാസറേ, എന്താ? മന്ത്രിയെ ഒന്ന് കാണാൻ വന്നതാ. എന്റെ മോൻ ഇവിടുത്തെ ജയിലില്ല. എന്തെങ്കിലും ഒരു സഹായം കിട്ടുമെന്ന് അറിയാൻ വന്നതാ. മന്ത്രിയെ കാണാൻ മുൻകൂർ പെർമിഷൻ വാങ്ങിക്കണം. വലിയ കോടീശ്വരന്മാരും ബിസിനസ്സുകാരും ഒക്കെയാണ് അദ്ദേഹത്തെ കാണാൻ വരുന്നത്. പിന്നെ എന്തെങ്കിലും അപേക്ഷ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാൽ മതി, ഞാൻ അവിടെ കൊടുത്തോളാം. എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല.
വയസ്സുകാലത്ത് ഞങ്ങളുടെ പ്രതീക്ഷ അവനാണ്. സഹായിക്കണം. ഇതിപ്പോ തന്നെ അദ്ദേഹത്തെ ഏൽപ്പിച്ചോളാം. ഓ. ധൈര്യമായിട്ടിരിക്കെ, ഓ. വിഷമിക്കണ്ട കേട്ടോ. ഓ. എന്തായാലും ഫഹാസ് വാങ്ങിച്ചു തന്നല്ലേ, ഇത് അവന് വേണ്ടി തന്നെ ഉപകരിക്കട്ടെ. എല്ലാ വഴിയും ഞാൻ നോക്കുന്നുണ്ട്. കയറിറങ്ങാത്ത ആഫീസും കാണാത്ത ആൾക്കാരും ഇല്ല. പണമുള്ളവന് മാത്രമേ ഇവിടെ സൗകര്യങ്ങളുള്ളൂ, അല്ലാത്തവന് ദുരിതം മാത്രം. നിങ്ങളൊന്നും ഒന്നും പേടിക്കണ്ട. ഓ. ഒരാഴ്ചക്കുള്ളിൽ മകൻ നിങ്ങളുടെ വീട്ടിലെത്തും. ഞാൻ എന്റെ കാറിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ദാ മകനെ പിടിച്ചോന്ന് പറഞ്ഞ് ഇട്ടുതരും. എന്താ പോരെ? വിഷയം ഷെയ്ഖിന്റെ അടുത്ത് പറഞ്ഞപ്പോ ആദ്യം അയാൾ ചൂടായി. എന്നിട്ട് എന്നോട് ചോദിക്കുക, നീ ഇവിടുത്തെ പണിയാണോ ചെയ്യുന്നത് അതോ വേറെ വല്ലതുമാണോ എന്ന്. നമ്മുടെ വിഷമം അയാൾക്ക് അറിയില്ലല്ലോ. അവസാനം ഷെയ്ഖിന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു, അവനെന്റെ ഹക്കുവാണ്, അഹുവാണ്, എന്റെ കൂടപ്പറപ്പാണ്. അങ്ങനെ ഒരുവിധം അയാൾ സമ്മതിച്ചു. പറഞ്ഞ പൈസ പറഞ്ഞതിനേക്കാളും കൂടുതലുണ്ടോ? അല്ല, അങ്ങനെ ആരും തരാറില്ലേ ഹമീദ്ക്ക? അള്ളാണ്, ഈ പൈസ മിസ്രി ഹറാമിക്കാണ്. ഇതില്ലെങ്കിൽ ഒരു പേപ്പർ പോലും അയാൾ ശരിയാക്കി തരില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്. നമുക്ക് സ്നേഹമല്ല വലുത്. എനിക്ക് എന്റെ മോൻ പുറത്തിറങ്ങി കിട്ടിയാ മതി. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. നമുക്ക് ഒരാഴ്ച കഴിഞ്ഞ് കാണാം. മുസീബത്ത് ജാനേ. കാർ ക്ലീനിങ് സാർ, 5 dirhams. എന്റെ മുന്നിൽ കൈനീട്ടാൻ വരുമെന്ന് പണ്ടേ നിങ്ങളുടെ മകനോട് ഞാൻ പറഞ്ഞ. എന്റെ പണത്തോട് പുച്ഛമായിരുന്നു അവന്. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിച്ചല്ലേ, ഇപ്പൊ ജയിലിൽ കിടന്ന് കുഴിച്ചെടുക്കലാവും അല്ലേ? ഇനി എന്റെ മുന്നിൽ നിങ്ങളെ കണ്ടാൽ CID വിട്ട് പൊക്കിക്കും ഞാൻ. ആരാ? എന്റെ പേര് നാസർ, ഹോട്ടലിൽ നിന്നാ. എന്താ, എന്തു പറ്റി? ഹമീദ്ക്കായെ CID പിടിച്ചു. എന്റെ റബ്ബേ, അല്ലാ! ഹമീദേ, എന്താടോ തനിക്ക് പറ്റിയത്? എന്താ ഈ വേഷത്തില്? മകന്റെ കൂടെ ഗൾഫിൽ ജീവിക്കാൻ വന്നിട്ട് തന്റെ ഗതി ഇങ്ങനെയായി. ഉള്ളതെല്ലാം വിറ്റുവർക്ക് ഞാൻ ഇങ്ങോട്ട് വന്നത് ഒരു ബിസിനസ് തുടങ്ങാനാ. എന്റെ കാശെല്ലാം വാങ്ങിയവൻ അവന്റെ പെണ്ണിനൊരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തു. ഇപ്പൊ വീട്ടുജോലിയും കുട്ടികളെ നോക്കലും അവളുടെ തുണി അടക്കം ഞാൻ കഴുകി കൊടുക്കണം. അപ്പൊ മോനൊന്നും പറയാറില്ലേ? പറയാറുണ്ട്. പറ്റില്ലെങ്കിൽ നാട്ടിൽ പൊക്കളെ. കയറി കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാത്ത ഞാൻ നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? അച്ചായൻ മകന്റെ കൂടെ ദുബായിൽ സൂഹിക്കല്ലേ? അതാണ് നമ്മുടെ നാട്ടുകാരുടെ വിചാരം. ഞാനും നീയും പണ്ട് നാട്ടിൽ പട്ടിണിയും പരിഭവമായിട്ട് നടന്ന കാലം അതായിരുന്നല്ലോ നമ്മുടെ നല്ല കാലം. ഷെയ്ഖിന്റെ ഡ്രൈവർ ഒരാഴ്ച കഴിഞ്ഞ് വരാന്ന് പറഞ്ഞ് പോയതാ. എന്റെ പൈസ പോയി. ഞാൻ എന്റെ റൂം കാണിച്ചു തരാം. ഓ, നാളെ രാവിലെ നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ഓ, ഫഹാസ് ജോലി ചെയ്തിരുന്ന കമ്പനി എനിക്കറിയാം. എനിക്കെന്തോ പേടി തോന്നുന്നു. വല്ല ചെക്കിങ്ങും വന്നാൽ ഓളൊറ്റക്കാ ആ റൂമില്. എന്റെ ധൈര്യമൊക്കെ ചോർന്നു പോവുകയാണ്. താൻ പേടിക്കാതെ, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. ധൈര്യമായിട്ടിരിക്കുക. ഞാൻ എന്റെ മകനെ കണ്ടിട്ട് 1 മാസമായിടോ ഹമീദേ. അതെന്താ? അവന്റെ കെട്ടിയോൾക്ക് എന്നെ കണി കാണാൻ കൊള്ളില്ലത്രേ. എന്നെ കണി കണ്ടിറങ്ങിയ ആ ദിവസം പോക്കാണെന്ന്. അതുകൊണ്ട് അവർക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചിട്ട് അവരുടെ കണ്ണിപ്പെടാതെ ഞാൻ പോയി കിടക്കും.
ഒരു വേലക്കാരന് ജോലി ചെയ്താൽ പോരടോ. എന്റെ മേരി മരിച്ചപ്പോൾ ഞാൻ തനിച്ചായോ? അന്നത്തെ അപകടത്തില് മോള് ആ കുറെ കിടന്നു. മേരി പോയ സ്ഥലത്തേക്ക് അവള് യാത്രയായി. എല്ലാം തലവര. ഈ നരകത്തിൽ കിടന്ന് ഞാൻ ശ്വാസം മുട്ടി ചാവാറായടോ ഹമീദേ. മോൻ അറിയില്ലേ ഹമീദിനെ? ചെറുപ്പം മുതലേ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയതാ. ഞാൻ ചെറുപ്പത്തിൽ കണ്ടതാ, അതാണ് അവന് ഓർമ്മ വരാത്തത്. ആ ഇയാളുടെ മകനെ ആരോ കള്ളക്കേസ് കൊടുക്കി ജയിലിലാക്കിയിരിക്കുക. എന്തിനാണ് ജയിലിലായെന്നറിയില്ല. കമ്പനി വരെ പോയെന്ന് അന്വേഷിക്കാന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ തിരിച്ചു വരാം. കുഞ്ഞിന് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ? ആ നോക്കാം. എന്താ മകന്റെ പേര്? ഫഹാസ് എന്നാണ് പേര്. നല്ല ജോലിയായിരുന്നു. അറബിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. എല്ലാ കാര്യങ്ങളും കമ്പനിയിൽ ഫഹാസ് ആയിരുന്നു ചെയ്തിരുന്നത്. ഇവിടുത്തെ വ്യവസായി ബോസ് ഖാദറിന്റെ മകളെയാണോ കല്യാണം കഴിച്ചിരിക്കുന്നത്? അതെ, അതൊക്കെ ഒഴിഞ്ഞ മട്ട. ഫഹാസിനെ അറിയോ? ഹേ ഇല്ല ഇല്ല ഇല്ല, ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ആ ഉച്ചയ്ക്ക് മുമ്പ് വരാം. ശരി ശരി. ഫഹാസ് ഫ്രീ ആണോ? We have client is sir. I will just check. Sarah is waiting at reception. Okay. Please wait. താങ്ക് യു. സോറി മിസ്റ്റർ ശ്രീകുമാർ, വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ പേയ്മെന്റ് ക്ലിയർ ചെയ്യേണ്ടതായിരുന്നു. നോ പ്രോബ്ലം സാർ. എനിക്കറിയാം നിങ്ങളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. വിത്തിൻ 2 days we will arrange money. ഇറ്റ്സ് ഓക്കെ. But don't delay our delivery. നോ 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 നോ, ഡോണ്ട് വറി. ഐ വിൽ ഡു ഇറ്റ് ഓൺ ടൈം. ഓക്കെ, ഡോണ്ട് വറി. Okay, thanks a lot. ഓക്കെ, ബൈ. Okay, thank you. യെസ്, Thank you very much. ദെൻ ഓക്കെ. കഴിഞ്ഞ ഒന്ന് സൈൻ ചെയ്യിപ്പിക്കണേ. Okay. ജസ്റ്റ് പ്ലീസ് സിറ്റ്. താങ്ക് യു ഫഹാസ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം? ഓ ലിയോയുടെ എന്റെ അന്വേഷണം പറഞ്ഞേക്കണേ. തീർച്ചയായും. ആ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലേ? നമ്മുടെ ബിസിനസിന് മാർക്കറ്റിൽ ഇപ്പൊ രക്ഷപ്പെടാൻ പറ്റിയ സമയമാണ്. പക്ഷേ നല്ലൊരു എമൗണ്ട് ഇറക്കണം. എമൗണ്ട് ശരിയാവും. ഒരു മാസത്തിനുള്ളിൽ ഇവിടുന്ന് ഇറങ്ങാൻ പറ്റണ്ടേ? ബോസ് വിദേശ ടൂർ കഴിഞ്ഞ് വരണം. നമ്മുടെ ബിസിനസ് പച്ച പിടിച്ചാൽ ബോസ് ഇവിടുന്ന് വിടുമോ? നമ്മുടെ ഉയർച്ചയ്ക്ക് ബോസ് തടസ്സം നിൽക്കില്ല. ഞാൻ ഇവിടുന്ന് വേഗം റിസൈൻ ചെയ്ത് പോകാൻ നോക്കാം. ബട്ട് ചെറിയ തോതിലേ നമ്മൾ മുന്നോട്ട് പോകുന്നുള്ളൂ. ഇനി കാശിറക്കി ബാക്കി കാര്യങ്ങൾ നോക്കണം. അത് ശരിയാക്കാം. ഈ മാസം തന്നെ ഞാൻ പറഞ്ഞ കാശ് കിട്ടണം. ബാക്കിയെല്ലാം ഫഹാസിന്റെ കയ്യില. നമുക്ക് നോക്കാം. ഓക്കെ ഫഹാസ്. ഫ്രാങ്കോ, താൻ എന്തെങ്കിലും ഒന്ന് പറയ്. എനിക്കാവില്ല ആരുടെ മുമ്പിൽ കൈനീട്ടാൻ. ഫ്രാങ്കോ, ഈ മൗനമാണ് എനിക്ക് പിടിക്കാത്തത്. ശരി, തൽക്കാലം നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉപേക്ഷിക്കാം. ഉള്ളതുകൊണ്ട് ജീവിക്കാം. ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾക്ക് കാരണമെന്ന് ഭഗവാൻ ബുദ്ധന് പറയാം. പക്ഷേ നമ്മെപ്പോലുള്ളവരുടെ ഉയർത്തെഴുന്നേൽപ്പ് ആഗ്രഹങ്ങൾ മൂത്ത അത്യാഗ്രഹങ്ങളിൽ നിന്നാണ്. ഫ്രാങ്കോ, ഫിലോസഫി പറയാനുള്ള നേരമല്ലിത്. യെസ്, ഐ നോ ദാറ്റ്. ഈ പ്രൊജക്ട് യൊക്കെ ആരംഭിച്ചാൽ നമുക്ക് വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ചിന്തിക്കാൻ പറ്റാത്തതാ. ബട്ട് ഹൗ? സാറ, ഈ ചോദ്യത്തിന് ഒരിക്കൽ താൻ തന്നെ ഉത്തരം പറഞ്ഞതാണ്. ഫഹാസിനെ തന്നെ ആവണം നീ രംഗത്തിറക്കേണ്ടത്. അവന്റെ ഭാര്യ വീട്ടുകാർ ഇവിടുത്തെ കോടീശ്വരന്മാരല്ലേ? അതെ, പോരാത്തതിന് അവരുടെ പ്രേമവിവാഹം കൂടിയാണ്. യെസ്, ചതുരംഗ പലകയിൽ കരുക്കൾ തമ്മിൽ കലഹിക്കാൻ നേരമായി. ഇനിയുള്ള കാര്യങ്ങൾ വെൽ പ്ലാൻഡ് ആയിരിക്കണം. ഒരു വീക്കിനുള്ളിൽ എമൗണ്ട് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രതീക്ഷകളെല്ലാം തെറ്റും. ഈ പ്രോജക്റ്റ് നമുക്ക് കിട്ടുമെന്നാ പേടി. സാറാ, ഞാൻ എന്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്റെ തീരുമാനം ഞാൻ ഒരാഴ്ചക്കുള്ളിൽ അറിയിക്കാം. ഓക്കെ? ഫഹാസ്, മെയിൽ അയക്കാൻ മറക്കണ്ട. ഷുവർ, ഞാൻ ചെയ്തോളാം. ഓക്കെ, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്. ഓക്കെ, ബൈ ബൈ. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും. നല്ലൊരു ഓഫറാ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ളത്.
നമ്മുടെ ബിസിനസ് ആരംഭിച്ചിട്ട് കിട്ടുന്ന നല്ലൊരു പ്രോജക്റ്റ്. ഇത് കൊത്തിക്കൊണ്ടു പോകാൻ ഇഷ്ടം പോലെ ആൾക്കാരെ. ആ ഫഹാസ് വിചാരിച്ച ചിലപ്പോ നടക്കും. ലിയയുടെ പപ്പയോട് ഏയ് അതൊന്നും ശരിയാവില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. അല്ലെങ്കിൽ പിന്നെ കമ്പനിയിൽ നിന്ന് വല്ല തിരിമറി നടത്തിക്കൂടെ? ബോസ് തിരിച്ചു വരുമ്പോഴേക്കും നമുക്ക് അഡ്വാൻസ് കിട്ടും. അപ്പൊ തിരിച്ചു കൊടുത്തൂടെ? പക്ഷെ സാറാ, ഇതൊക്കെ വളരെ റിസ്കാ. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാ നമ്മൾ ഒരുമിച്ച് അഴിയണേണ്ടി വരും. എങ്കിൽ പിന്നെ നമുക്ക് ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കാം. 2 ഇയേഴ്സിന്റെ വർക്കാണ്. നല്ലൊരു എമൗണ്ട് കയ്യിൽ കിട്ടിയനെ. നമുക്കൊരു ലോൺ എടുത്താലോ? അതിനൊക്കെ സമയമെടുക്കും. 3 ദിവസത്തിനുള്ളിൽ അവർക്ക് മറുപടി കൊടുക്കണം. നമുക്ക് വേറെന്തെങ്കിലും വഴിയുണ്ടോ? ഇത് വേണ്ടെന്ന് വെക്കാം. നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനിയും ചാൻസ് വരും. കുറച്ച് കാശുണ്ടാക്കി എന്റെ മുമ്പിൽ വന്നിരുന്നെങ്കിൽ ഞാൻ നിന്നെ അംഗീകരിച്ചേനെ. എന്റെ മോളെ മയക്കെടുത്തിട്ട് വീണ്ടും വീണ്ടും എന്റെ മുമ്പിൽ വന്ന് നിന്ന് കെഞ്ചുന്നോ? അവൾക്ക് നിന്നെ വേണ്ട, കേറി കിടക്കാൻ ഒരു വീട് പോലുമില്ല. എന്നിട്ടും അഹങ്കാരത്തിനൊരു കുറവില്ല. ഞാൻ ആട്ടി ഇറക്കുന്നോ അതോ നീ സ്വയം ഇവിടുന്ന് ഇറങ്ങുന്നോ? ഹലോ, ഞാൻ റെഡിയാ. പക്ഷെ എല്ലാം പറഞ്ഞ സമയത്തിനുള്ളിൽ ശരിയാക്കി തരണം. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം ശരിയാവും. ബോസ് വരുന്നതിന് മുമ്പ് തന്നെ. നാളെ രാവിലെ തന്നെ ഞാൻ എല്ലാം ശരിയാക്കി തരാം. നമുക്ക് ബിസിനസ് വൻ ലാഭത്തിൽ കൊണ്ടുപോകണം. അതിന് എന്ത് റിസ്ക് എടുക്കാനും ഞാൻ തയ്യാറാ. താൻ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ മാർക്കറ്റിൽ ഉള്ളിടത്തോളം കാലം നമ്മുടെ ബിസിനസ്സിന് ഒരു കുറവും ഉണ്ടാവില്ല. എന്നാ രാവിലെ ഓഫീസിൽ കാണാം. ബൈ. ബൈ ഫഹാസ്. ബൈ. ഗുഡ് നൈറ്റ്. പാവം, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവൂ. ആ പിന്നെ സാറാ, ഞാനിതിലുണ്ടെന്ന കാര്യം അവൻ അറിയണ്ട. പണം നമ്മുടെ കയ്യിൽ വന്നാൽ പിന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ UK പറക്കും. സാറാ, ഒന്നിനും ഒരു പ്രൂഫ് ഉണ്ടാവരുത്. പിന്നെ തന്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങളെല്ലാം നാളെ തന്നെ അറേഞ്ച് ചെയ്യാം. ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. എന്റെ ഡ്രീംസ്, UK നമ്മൾ തുടങ്ങിവെച്ച പദ്ധതികൾ എല്ലാം പൂർത്തീകരിക്കാൻ കിട്ടിയ അവസരം. ഇന്ന് ഉറക്കമില്ലാത്ത രാത്രിയാണ്. എക്സ്ക്യൂസ് മീ സാർ, സാറ മേഡം തന്നതാ. ഓക്കെ. ഐ എം സോറി. സഹായിച്ചതിന് നന്ദി. ഗുഡ് ബൈ ഫഹാസ്. ബൈ സാറ. അസ്സലാമു അലൈക്കും. വാലേക്കും സലാം. ഹോട്ടലിൽ പോയിരുന്നു. അവരാ പറഞ്ഞത് ഈ ഭാഗങ്ങൾ കാണുമെന്ന്. ഇക്ക, ഇവിടുത്തെ നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രോങ് ആണ്. ഒരു രേഖകളും ഇല്ലാതെ നിങ്ങളിവിടെ നിന്നാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾക്കുള്ള ഔട്ട് പാസും ടിക്കറ്റും ഒക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ. മകന്റെ പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. എന്താ മക്കളെ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ ആകെയുള്ള സമ്പാദ്യമാണ് ഞങ്ങളെ പൊന്നുമോൻ. ഓനില്ലാതെ ഞങ്ങൾ എവിടെ പോകാനാ? അതിനെക്കുറിച്ച് ഓർത്ത് ഇക്ക വിഷമിക്കണ്ട. മകനെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. വേണ്ട മക്കളെ, ഓനില്ലാതെ ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. എന്റെ മോന് വേണ്ടി നമ്മൾ ഇനിയും അറിയും. ആ അൽച്ചിലിനിടയിൽ പാതി വഴിയിൽ വീണ് മയ്യത്തായാലും അത് നമ്മളെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം.
ആ